സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നൊരു ടേമാണ്. പോപ്പുലേഷൻ ഇൻ ദ ജനറൽ ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പെർട്ടിക്കുലർ. ഇപ്പം ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ ആണെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾസ്, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു ആറ്റത്തിൻ്റെ കേസിൽ അതിൻ്റെ പോപ്പുലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന് അതിൻ്റെ ഓരോ എനർജി സ്റ്റേറ്റും അതെന്തായിരിക്കും, കോണ്ടൈസ്ഡ് ആയിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ ആറ്റം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സോഡിയം ആറ്റമാണെങ്കിൽ സോഡിയം ആറ്റത്തിൻ്റെ ഓരോ സ്റ്റേറ്റും, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവല്, അതിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഓൾറെഡി വിച്ച് വി നോ. അപ്പോൾ അതുപോലെ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം, സപ്പോസ് നമുക്കൊരു ഒരു സബ്സ്റ്റൻസ് മൊത്തത്തിലുണ്ടെങ്കിൽ അതിൽ ഇൻഡിവിജ്വൽ എല്ലാ ആറ്റത്തിൻ്റെയും എനർജി ലെവൽ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് യൂഷ്വലി എല്ലാ ആറ്റത്തിൻ്റെ കേസിലും വരുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ട് ടു 5 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ റേഞ്ചിലാണ് ഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എനർജി ലെവൽസ് വരുന്നത്. ഇലക്ട്രോൺ വോൾട്ട് നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁹ ജൂൾസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് അതിൻ്റെ എനർജി ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ്സിലും കുറേ ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ആറ്റത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോള്യൂം ദാറ്റ് ഓക്യുപ്പൈ എ ഗിവൺ എനർജി സ്റ്റേറ്റ്. ഒരു ഗിവൺ എനർജി സ്റ്റേറ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോള്യത്തിനെയാണ് നമ്മൾ അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, പോപ്പുലേഷൻ ഓഫ് ദാറ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പോപ്പുലേഷൻ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ n എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ e⁻⁻ ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ആൻഡ് ആൾസോ ഇറ്റ് ഈസ് e⁻ എക്സ്പോണൻഷ്യൽ ഡിപ്പെൻഡൻസ് ആണ് വരുന്നത്. അവിടെ E എന്ന് പറയുന്നത് എനർജി വാല്യൂ ആണ്, K എന്ന് പറയുന്നത് ബോൾട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്, T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്. ആറ്റം ഓരോ ലെവലിലും നമ്മൾ പറഞ്ഞു അത് ഒരു പെർട്ടിക്കുലർ ആറ്റം നമ്പർ ഓഫ് ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും. അപ്പം 0 കെൽവിൻ എബോവ് വരുന്ന ഏതൊരു ടെമ്പറേച്ചറിലും എല്ലാ ലെവൽസിലും നമുക്ക് എന്തുണ്ടായിരിക്കും, ചില ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും, ചില ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത് എപ്പോഴും ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യാൻ നോക്കുന്നത് അതിൻ്റെ ലോവസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള എനർജി ലെവൽസിലായിരിക്കും അതിനെ ഓക്യുപ്പൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുണ്ടായിട്ടുണ്ടാവുക. അപ്പം ടെമ്പറേച്ചർ എബോവ് 0 കെൽവിൻ all atoms have their some thermal energy and so they are distributed among the available energy levels according to their energy. So പോസിബിൾ ആയിട്ടുള്ള എനർജിയുടെ ഡിപ്പെൻഡൻസിൽ അത് ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും. തെർമൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ദ നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് ഈച്ച് എനർജി ലെവൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് എനർജി ലെവൽ. അപ്പം ഇവിടെ ഡിപ്പെൻഡൻസ് പറഞ്ഞാൽ e⁻⁻e ആണ്. അപ്പോൾ E കൂടുന്തോറും അതിൻ്റെ എന്നിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. n = e⁻⁻e/kT ആണ്. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ എനർജി ഹൈ വാല്യൂ ഉള്ള കേസിൽ വരുമ്പോൾ അവിടെ നമ്പർ ഓഫ് ആറ്റംസ് എപ്പോഴും എന്തായിരിക്കും, എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയതുകൊണ്ട് അവിടെ നമ്പർ കുറവായിരിക്കും വരുന്നുണ്ടാകും. അപ്പം സപ്പോസ് നമ്മൾ 2 എനർജി ലെവൽസ് എടുക്കുകയാണ്. വി ഹാവ് E1 ആൻഡ് E2 ആർ ദ 2 എനർജി ലെവൽസ്. അപ്പോൾ നമ്മൾ വി ആർ കമ്പയറിങ് ദ പോപ്പുലേഷൻസ് ഓഫ് ദ 2 എനർജി ലെവൽസ്. സോ നമുക്ക് N1 എന്ന് പറയുന്ന ലോവർ എനർജി സ്റ്റേറ്റ്സിൽ നമുക്ക് N1 = e⁻⁻e1/kT എഴുതാം. അതുപോലെ N2 എന്ന് പറയുന്ന സെക്കൻഡ് എനർജി സ്റ്റേറ്റിന് നമുക്ക് e⁻⁻e2/kT എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ N2/N1 കാണുകയാണെങ്കിൽ സോ N2/N1 that is equal to e⁻⁻e2/kT divided by e⁻⁻e1/kT. So that will be equal to minus of നമുക്ക് എടുത്തു കഴിഞ്ഞാൽ e2/kT then minus. So here already ഒരു മൈനസ് ഉണ്ട്, നമുക്ക് ബ്രാക്കറ്റ് ഇടണ്ട. So it is minus e2/kT minus e1/kT എന്ന് പറയുന്ന ടേം വരും. So it becomes suppose we take
മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഓഫ് E2 മൈനസ് E1 എന്ന് പറഞ്ഞിട്ട് KT ഈസ് കോമൺ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ N2/N1 ഈസ് ഈക്വൽ ടു e raised to minus of E2 minus E1 divided by KT, and this is known as the relative population എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അതിൻ്റെ 300 Kelvin റൂം ടെമ്പറേച്ചറിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് E1 എന്ന് പറയുന്നത് നമുക്കറിയുന്നതാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അതിൻ്റെ ഫസ്റ്റ് എനർജി വാല്യൂ എന്ന് പറഞ്ഞാൽ -13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. അതുപോലെ E2 എന്ന് പറയുന്നത് -3.39 ഇലക്ട്രോൺ വോൾട്ടാണ്. E1 ഗ്രൗണ്ട് സ്റ്റേറ്റും E2 അതിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റുമാണ്. സോ T എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറാണ്, 300 Kelvin എടുക്കാം. സോ E2 minus E1 minus 3. E2 minus E1 becomes E2 is minus 3.39 minus 13.6. So the energy difference is equal to 10.21 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ദെൻ K എന്ന് പറയുമ്പോൾ ബോൾട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റ്, നമുക്കറിയുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1.38 × 10⁻⁻23 ആണ് ബോൾട്സ്മാൻസ് കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ജൂൾ പെർ കെൽവിൻ. അതിനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 8.6 × 10⁻⁻5 ആയിട്ട് മാറും. ദെൻ ഇൻറ്റു 300. സോ KT in electron volt it becomes 0.025 ഇലക്ട്രോൺ വോൾട്ട്. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ N2/N1 is equal to e raised to minus then 10.21 is the E2 minus E1 divided by 0.025. Both are in electron volt, so that will become e raised to minus 408.4 ആണ്. e raised to that is equal to 1 by e raised to 408/0.4 ആണ്. 1 by e raised to 408/4 എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. സോ 1 by a high quantity be that approximately equal to 0. It shows that at room temperature N2/N1 ആണ് കാണുന്നത്. അതായത് N2 is equal to approximately N1 into 0, that is approximately equal to 0 എന്ന് പറയാൻ പറ്റും. സോ ഓൾ ദ ആറ്റംസ് ആർ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് നമുക്ക് പറയാൻ പറ്റും റൂം ടെമ്പറേച്ചറിൽ. അപ്പോൾ നമ്മൾ ഇതേ കേസിൽ തന്നെ റൂം ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്, 6000 Kelvin ആക്കുകയാണെങ്കിൽ സോ അവിടെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N2/N1 ഇൻസ്റ്റെഡ് ഓഫ് നമുക്ക് ഈ പോയിൻ്റ് ടെമ്പറേച്ചറിന് പകരം 300 പകരം നമ്മൾ 6000 എടുക്കുകയാണെങ്കിൽ ദിസ് റേഷ്യോ ബിക്കംസ് e raised to minus 10.21 divided by 0.516. That becomes e raised to minus 19.79. That becomes 2.5 × 10⁻⁹. അതായത് എപ്പോഴും ഒരു മെറ്റീരിയലിൽ മോർ ആറ്റംസ് വിൽ ബി ഇൻ ദ ലോവർ സ്റ്റേറ്റ്. ആൻഡ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മെജോറിറ്റി ഓഫ് ദ ആറ്റംസ് വിൽ ബി ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റും നമുക്ക്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി പോപ്പുലേഷൻ എന്ന് പറയും. നമ്മുടെ ലേസറിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ടുള്ള സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ ഒരു പ്രഡിക്ഷൻ, ഐൻസ്റ്റീൻ ആണ് ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ 1970 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളറിയാം ഒരു തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷനിൽ അല്ലെങ്കിൽ തെർമൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മെജോറിറ്റി ഓഫ് ദ ആറ്റംസ് വിൽ ബി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. സപ്പോസ് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ സപ്പോസ് ഇറ്റ് അബ്സോർബ് ലൈറ്റ്, ഒരു ലൈറ്റ് പെർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള ഒരു ലൈറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സോ വാട്ട് ഹാപ്പൻസ്, എല്ലാ ആറ്റംസും അത് എക്സൈറ്റ് ചെയ്തിട്ട് അത് അതിൻ്റെ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ എക്സൈറ്റഡ് ആറ്റംസ് tend to return randomly to the lower energy state. അപ്പോൾ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് ഫോട്ടോൺസ് റിലീസ് ചെയ്യുന്നുണ്ടാവും. ആ റിലീസ് ചെയ്യുന്ന ഫോട്ടോൺസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു റാൻഡം ഫോട്ടോൺസ് ആയിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ ഫേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് എക്സൈറ്റഡ് ആറ്റംസ് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു, അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കറിയാം യൂഷ്വലി ഗ്രൗണ്ട് സ്റ്റേറ്റ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മോർ ആൻഡ് മോർ നമ്പർ ഓഫ് ആറ്റംസ് വിൽ ബി എക്സൈറ്റഡ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തും, അവിടെ ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഓൾ ദ ആറ്റംസ് ആർ ബി ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്.
അപ്പോൾ എല്ലാ ആറ്റംസും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് തെർമൽ ഇക്വിലിബ്രിയത്തിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഐൻസ്റ്റീൻ പ്രെഡിക്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കാൻ സാധ്യതയില്ലെങ്കിൽ അപ്പോൾ അവിടെ എന്തിനുള്ളൊരു ചാൻസ് ഉണ്ട്, ദർ കുഡ് ബി എ ചാൻസ് ഫോർ എൻ അഡീഷണൽ എമിഷൻ മെക്കാനിസം by which excited atoms can make downward transition and that is എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോൺസ് ലൈറ്റിൽ വരുന്ന ഫോട്ടോൺസ് നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഫോട്ടോൺസ് എക്സൈറ്റഡ് ആറ്റത്തിന് ഇൻഡ്യൂസ് ചെയ്യുന്നത്. എഗെയിൻ ദ എക്സൈറ്റഡ് ആറ്റംസ് അബ്സോർബ് ദ ഫോട്ടോൺസ് ഫ്രം ദ കമ്മിങ് അല്ലെങ്കിൽ അപ്ലൈഡ് സോഴ്സിൽ നിന്ന് എക്സൈറ്റഡ് ആറ്റംസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എഗെയിൻ അത് എനർജി അബ്സോർബ് ചെയ്യും ആൻഡ് ദേ വിൽ ഫാൾ ടു ദ ലോവർ എനർജി സ്റ്റേറ്റ് ഗിവിങ് ദെയർ എക്സസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ്. അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെയാണ് ഐൻസ്റ്റീൻ നമ്മൾ പറഞ്ഞത് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തത്. അതായത് ഈ ഇൻസ്റ്റെഡ് ഓഫ് returning from excited state to this ground state directly, but the atoms in the excited state again they absorb അല്ലെങ്കിൽ they will be induced by the photons in the coming light. ഇൻഡ്യൂസ് ചെയ്ത എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് HU എന്ന് പറയുന്ന എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, അത് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഇതിന് ഒരു HU എനർജി എക്സസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ എക്സൈറ്റഡ് സ്റ്റേറ്റിന് അതെന്ത് ചെയ്തിട്ടുണ്ട്, HU എന്ന് പറയുന്ന എനർജി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് എനർജിക്ക് കറസ്പോൺസ് ആയിട്ടുള്ള ഫോട്ടോൺസിനെ റിലീസ് ചെയ്തിട്ട് 2HU ഒക്കെ റിലീസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫോട്ടോണ് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഡ്യൂസിങ് എൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആറ്റം ഓർ ഇലക്ട്രോൺ ബൈ ദിസ് എക്സ്റ്റേണൽ ലൈറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു എക്സ്റ്റേണൽ സോഴ്സ്. നമ്മളൊരു ഇറ്റ് ഈസ് നോട്ട് എ യൂഷ്വൽ പ്രൊസീജിയർ ബട്ട് വി ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് നമ്മൾ ഈ എമിഷനെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്ന ഒരു നെയിം ചെയ്തിട്ട് വിളിച്ചിട്ടുള്ളത്.